ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പുതിയ ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് വീഡിയോ വീണ്ടും ലൈറ്റായിപ്പോയി. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള അടിയമ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പം അവിടെ പോയപ്പോൾ എടുത്ത ചെറിയ വീഡിയോസാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി വാട്ടർഫാളാണ്. അവിടുന്ന് 5:30 വരെയാണ് അവിടുത്തെ സമയം. ഞങ്ങളൊരു 4 മണി ഒക്കെ ആയപ്പോൾ അവിടെ എത്തി. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ഒരു അവരുടെ ആ ഒരു മുൻവശത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറങ്ങി സ്റ്റെയർ ഇങ്ങനെ ഇറങ്ങി പോകുന്ന കുറച്ചൊന്ന് നടക്കാനുണ്ട്. നല്ല രണ്ട് വശത്തും ചെടികളും ഒക്കെ ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു. ഇങ്ങനെ നടന്ന് പോയി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ചെറിയൊരു ഷോപ്പുണ്ട്. ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഷോപ്പ്. അവിടുന്ന് ഒരു കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം കാണാം. ഇതാണ് അതിനെ വിട്ട് നിന്നുള്ള ആ ഒരു വ്യൂ. ഇതാണ്. പിന്നെ അവിടുന്ന് വീണ്ടും ഇറങ്ങിപ്പോയാൽ ഒന്നുകൂടെ വിശാലമായിട്ട് കാണാം. നല്ലൊരു വൈബ് കേട്ടോ, നല്ലൊരു ശാന്തമായൊരു അന്തരീക്ഷം. ദൂരെ നിന്ന് വെള്ളച്ചാട്ടം കുറച്ച് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. നല്ലൊരു ഭംഗിയുണ്ട് ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ട്. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ആയിട്ട് കുറച്ച് ചെടികളും ഒക്കെ ഉണ്ട്. നല്ലൊരു വൈബ്, നല്ലൊരു അന്തരീക്ഷം. അതിൻ്റെ ഇടയ്ക്ക് സൈഡിലൊരു വെള്ളം ഇങ്ങനെ വന്നിട്ട് പിന്നെ കുത്തനെ പൊങ്ങിയിട്ട് വീണ്ടും ഒലിച്ചു പോകുന്ന ആ ഒരു കാഴ്ച, അതാണ് കാണുന്നത്. ഞങ്ങൾ പോയ ദിവസം അധികം തിരക്കൊന്നുമില്ലാത്തൊരു ദിവസമായതിന് ഞങ്ങൾക്ക് നന്നായിട്ട് എല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അധികം റഷില്ലാത്ത ഒരു ദിവസമായിരുന്നു. അതുപോലെ ആ ഒരു കാലാവസ്ഥ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോയ സമയം എല്ലാം പക്ക പെർഫെക്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഉള്ള ആ ഒരു വ്യൂ ആണിത്. അവിടുന്ന് പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അവിടുന്ന് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നാൽ സൈഡിൽ നമുക്ക് വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നടക്കാം. മുന്നിൽ നല്ല ചെടിയൊക്കെ പിടിപ്പിച്ച് നല്ല ഒരു സ്റ്റെപ്പും ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ കയറിപ്പോവാം. അങ്ങനെ നടന്ന് അതിലൂടെ കുറേ നടന്ന് പോയപ്പം അവിടുന്ന് സൈഡിൽ നിന്ന് കുറച്ചും കൂടെ വിട്ട് നിന്നുള്ള ആ ഒരു വ്യൂവും കിട്ടി. നല്ല സൂപ്പർ അടിപൊളിയായിരുന്നു. കുറച്ച് നടക്കാനും അതിൻ്റെ ഇടയിൽ ഇരിക്കാനും ഒക്കെയുള്ള ആ ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് സാവധാനം കണ്ടാസ്വദിച്ച് പോരാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ സാധാ വഴികളാണ്. നല്ലോണം സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. കാരണം സ്ലിപ്പാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. വയസ്സായവർക്ക് അങ്ങോട്ട് പോയാൽ കുറച്ച് പണിയാണ്. അങ്ങനെ സൈഡിലൂടെ നടന്ന് പോകുമ്പോഴുള്ള വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത വ്യൂ ആണ് ഇവിടെ കാണുന്നത്. നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ദിവസം.
ഏറ്റവും ടോപ്പ് നിന്നിട്ട് ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് മുകളിൽ നിന്നും അതേസമയം കുറച്ച് വിട്ട് നിന്നും വെള്ളച്ചാട്ടം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. അവിടുന്ന് പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ അത് ആസ്വദിച്ചിരുന്നു. നല്ലൊരു ഫീല്. മുകളിലോട്ട് നോക്കിയാൽ മൊത്തം നല്ല മഞ്ഞ്, കോടമഞ്ഞും ഒക്കെ ഉണ്ട്. 2 ഭാഗത്തും കോടമഞ്ഞിൻ്റെ ആ ഒരു ഇതും വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഫീലും, നല്ല തണുപ്പ്, നല്ലൊരു അന്തരീക്ഷം. അവിടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ തോന്നും, മടുപ്പ് തോന്നില്ല ഒരിക്കലും. നമ്മളെ മൈൻഡിന് തന്നെ ഭയങ്കര ഒരു ശാന്തത, ഭയങ്കര ഒരു റിലാക്സിങ് മൂഡാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണത്. ചുമ്മാ പോയി ഇരുന്ന് ആസ്വദിച്ച് പോരാൻ പറ്റിയൊരു സ്ഥലമാണ്. എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും അവിടേക്ക് ഒന്ന് പോവാം. നല്ല അടിപൊളി ഒരു വൈബാണ്, നല്ല സൂപ്പർ സ്ഥലമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.